ഉയിരേ. രചന ആമി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. അവളുടെ കാതിൽ പതിയെ കടിച്ചുകൊണ്ട് സിദ്ധു വിളിച്ചതും അവൾ ഒരു നിമിഷം അതിൽ ലയിച്ചുപോയി. അവളെ കയ്യിൽ കോരിയെടുത്ത് സിദ്ധു ബെഡിൽ കിടത്തി. സിദ്ധു എഴുന്നേറ്റതും അബി വേഗം തിരിഞ്ഞു കിടന്നു. സിദ്ധു അവളുടെ പ്രവൃത്തി കണ്ട് ചിരിച്ചുകൊണ്ട് ഷർട്ടിന്റെ ബട്ടൺ അഴിച്ചു. ആ നിമിഷം അബിയുടെ ഹൃദയമിടിപ്പ് ഉയരുകയായിരുന്നു. അവളുടെ ദേഹത്തേക്ക് അമർന്നുകൊണ്ട് സിദ്ധു കിടന്നതും അബി അവനെ തന്നെ നോക്കി. നിന്നെ ഞാനും എന്നെ നീയും അറിഞ്ഞതല്ലേ പെണ്ണേ, പിന്നെന്തിനാ നിനക്ക് ഈ നാണം? അബിയുടെ കവിളിൽ തലോടി അവനത് പറഞ്ഞതും അബി ചിരിച്ചുകൊണ്ട് അവന്റെ കയ്യിൽ പതിയെ കടിച്ചു. അവൻ കൈവലിച്ചുകൊണ്ട് കുടഞ്ഞു. ഇനിയും എനിക്ക് കാത്തിരിക്കാൻ വയ്യാമി. നിന്റെ ഈ മുഖം ഇങ്ങനെ കാണുമ്പോ എനിക്ക് നിന്നിലേക്ക് അലിഞ്ഞു ചേരാൻ കൊതിയാവുകയാ. അവളിൽ ചുംബനം നിറച്ച് അവന്റെ പ്രണയം നിറയ്ക്കുമ്പോൾ അത് ഏറ്റുവാങ്ങി അവൾ തളർന്നു. അവളിലെ പ്രണയം തേടിപ്പോകുന്ന അവന് തടസ്സമായതെല്ലാം അവളിൽ നിന്ന് മാറ്റുമ്പോൾ അവൾ ലജ്ജയോടെ കണ്ണടച്ചു. അവളുടെ ഓരോ അണുവിലും അവന്റെ ചുണ്ടുകൾ ഒഴുകി നടന്നു. ഒടുവിൽ അതിന്റെ തീവ്രതയിൽ അവന്റെ പ്രണയം അവളിലേക്ക് ഒഴുകുമ്പോൾ അവർ കിതച്ചു പോയിരുന്നു. വിയർത്തുകൊണ്ട് അവളുടെ മാറിൽ മുഖം പൊഴുത്തി അവൻ കിടക്കുമ്പോൾ അവളുടെ കഴുത്തിലെ താരിയിൽ പതിയെ ചുണ്ടുകൾ ചേർത്തു. അവളുടെ ചുണ്ടിലെ ചിരി മായാതെ അവന്റെ മുടിയിൽ തലോടി അവൾ ഉറക്കത്തിലേക്ക് വീണു. രാത്രിയിൽ ഉണരുമ്പോൾ സിദ്ധു അവളുടെ മാറിൽ തന്നെ കിടന്നുറങ്ങുകയായിരുന്നു. അബി അവൻ ഉണർത്താതെ എഴുന്നേറ്റിരുന്നു. ആലി ഒറ്റക്കാണെന്ന് ഓർത്ത് എഴുന്നേൽക്കാൻ വേണ്ടി ലൈറ്റ് ഇട്ടപ്പോഴായിരുന്നു അവരുടെ ബെഡിനോട് ചേർന്ന് ഒരു ചെറിയ ബെഡിൽ കിടന്നുറങ്ങുന്ന ആലിയെ അവൾ കണ്ടത്. അബി ചിരിച്ചുകൊണ്ട് സിദ്ധുവിനെ നോക്കി. ഉറങ്ങിക്കിടക്കുന്ന അവന്റെ മുഖത്തേക്ക് വീണ മുടികൾ പതിയെ മാറ്റി അവന്റെ മുഖത്തേക്ക് തന്നെ അവൾ നോക്കിക്കിടന്നു. അവളുടെ സിന്ദൂരം പടർന്ന മുഖത്ത് നോക്കി അവന്റെ താടിയിൽ ഒഴിഞ്ഞു. വെളിച്ചം തട്ടിയതറിഞ്ഞാണ് സിദ്ധു ഉണരുന്നത്. ഉറങ്ങാതെ തന്നെ നോക്കിയെടുക്കുന്ന അബിയെ കണ്ടതും സിദ്ധു ചിരിച്ചുകൊണ്ട് അവളെ അവനോട് ചേർത്തു. എന്താടി ഉറക്കൊന്നുമില്ലേ? ഏയ്, എന്റെ കെട്ടിയോന്റെ ഭംഗി നോക്കിയതാ ഞാൻ. ആഹാ, എന്നാ ഞാൻ എന്റെ കെട്ടിയോടെ ഭംഗിയോടെ നോക്കട്ടെ. അവൾ ചിരിച്ചുകൊണ്ട് അവനെ നെഞ്ചോട് ചേർന്നു. അവളിൽ അലിയാൻ കൊതിച്ചുകൊണ്ട് വീണ്ടും അവൻ അവളിലേക്ക് താഴ്ന്നു. അബി അവന്റെ മുഖം പിടിച്ചു. ആലി, അവളെപ്പോ? നീ ഉറങ്ങിയപ്പോ. ഇനി ചോദിക്ക പിന്നെ. ഇപ്പോ. അത്രയും പറഞ്ഞ് അവൻ അവളുടെ മുകളിൽ കയറി കിടന്ന് കൈയെത്തിച്ച് ലൈറ്റ് ഓഫ് ആക്കി. അബി ഉണരുമ്പോൾ സിധുവിന്റെ നെഞ്ചിലായിരുന്നു അവൾ. അവൾ എഴുന്നേറ്റ് ആലിയെ നോക്കി. ആലി നല്ല ഉറക്കത്തിലാണ്. അബി ഡ്രസ്സെല്ലാം എടുത്തിട്ട് വേഗം ബാത്റൂമിലേക്ക് പോയി. അവൾ കുളി കഴിഞ്ഞു വരുമ്പോൾ ആലി ഉണർന്നിരുന്നു. അബി അവളെ എടുത്ത് കവിളിൽ ഉമ്മ കൊടുത്തു. ആലി ചിരിച്ചുകൊണ്ട് സിധുവിന്റെ അടുത്തേക്ക് ഓടി അവനെ കെട്ടിപ്പിടിച്ചു. അപ്പോഴാണ് സിധു ഉണർന്ന് ആലിയെ കണ്ടതും അവളെ പുണർന്നുകൊണ്ട് അവൻ കിടന്നു. മതി മതി, അച്ഛൻ്റെയും മോളുടെയും കിടത്താം, എഴുന്നേൽക്ക്. ഞാൻ അച്ഛയുടെ കൂടെ എഴുന്നേൽക്കുള്ളൂ. ഓ, ഇപ്പൊ ഞാൻ പുറത്തായി അല്ലേ? അബി പരിഭവം നടിച്ച് മുറിയിൽ നിന്ന് പോയി. സിധു ചിരിച്ചുകൊണ്ട് ആലിയെ കെട്ടിപ്പിടിച്ച് വീണ്ടും കിടന്നു. അബി അടുക്കളയിൽ പോയി ചായ ഇട്ട് മുറിയിൽ വരുമ്പോൾ ബാത്റൂമിൽ നിന്ന് ബഹളം കേട്ടു. ചായ ടേബിളിൽ വെച്ച് അവൾ ചെന്ന് നോക്കുമ്പോൾ ആലിയും സിധുവും കൂടി ഷവറിന് കീഴിൽ നിന്ന് വെള്ളത്തിൽ കളിക്കുന്നു. അവൾ അബിയെ കണ്ടെങ്കിലും കളി നിർത്തിയില്ല. അവരുടെ സന്തോഷം കണ്ട് അബിയൊന്നും പറഞ്ഞില്ല. അവളും ചിരിച്ചുകൊണ്ട് അത് നോക്കി നിന്നു. പിന്നെ ആലിയെ കുളിപ്പിച്ച് ഉയർത്തി പുറത്തേക്ക് വന്നു. ആലിക്ക് ഡ്രസ്സ് ഇട്ട് കൊടുത്ത് ചായ കൊടുത്തു. അപ്പോഴാണ് സിദ്ധു വന്ന്. അബിക്ക് അവനെ നോക്കാൻ എന്തോ പോലെ തോന്നി. അവൾ വേഗം തന്നെ അവിടെ നിന്നും പോയി. അബി അടുക്കളയിൽ നിൽക്കുമ്പോഴാണ് സിദ്ധു അവളെ ഇടുപ്പിലൂടെ ചുറ്റി വരിഞ്ഞത്. അബി ഒന്ന് വിറച്ചു പോയി. അവളുടെ മുടി വകഞ്ഞു മാറ്റി ചെവിക്ക് താഴെ അവളുടെ പിൻകഴുത്തിൽ മൃദുവായി ചുംബിക്കുമ്പോൾ അവൻ്റെ മുടിയിലെ വെള്ളം അവളുടെ മുഖത്തേക്ക് തെറിക്കുന്നുണ്ടായിരുന്നു. എന്താ ഏട്ടാ, തല നേരത്തെ ഓർത്തിയില്ലേ? അബി അവളുടെ സാരി തലപ്പ് കൊണ്ട് അവൻ്റെ തല തുടക്കുമ്പോൾ സിദ്ധുവിൻ്റെ കണ്ണുകൾ അവളുടെ കണ്ണുകളിൽ തന്നെയായിരുന്നു. അത് കഴിഞ്ഞത് അബി വേഗം തിരിഞ്ഞു. അവളുടെ നാണം കണ്ട് അവന് ചിരി വന്നു. അതെ, നമുക്കൊരു മോളുണ്ട്, ഇത്രയൊക്കെ നാണം വേണോ? അബി ചിരിച്ചുകൊണ്ട് മുഖം താഴ്ത്തി. സിദ്ധു അവളെ തിരിച്ചു നിർത്തി ഇടുപ്പിൽ പിടിച്ചുയർത്തി സ്ലാബിൽ കയറ്റി ഇരുത്തി. അബി വാതിൽക്കിലേക്ക് നോക്കുന്ന സിദ്ധു കണ്ടു. അവള് കളിക്കേടി, ഞാൻ ക്യാപ്പ് നോക്കി വന്നോ? വിട്ട് വിടാൻ വേണ്ടിയല്ലല്ലോ, ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയാ സ്വന്തമാക്കിയത്. അവൻ പറഞ്ഞുകൊണ്ട് അവൾ അവനോട് അടുപ്പിച്ചു. അടുത്ത നിമിഷം അവളുടെ ചുണ്ടുകളെ അവൻ സ്വന്തമാക്കി. അവൻ്റെ കൈകൾ അവളുടെ കാലുകളിലൂടെ നീങ്ങി മുകളിലേക്ക് നീങ്ങാൻ തുടങ്ങിയതും അബി അവയെ പിടിച്ചു വെച്ചു. അടുത്ത നിമിഷം അവൻ അവളുടെ വയറിൽ ചുറ്റി. നീ എന്നെ തടയരുതാമി, നിനക്ക് തടുക്കാൻ കഴിയില്ല എൻ്റെ പ്രണയത്തെ. അവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തുമ്പോൾ അബി കണ്ടിരുന്നു അവൻ്റെ കണ്ണിലെ പ്രണയം. അത് തടഞ്ഞു വെക്കാൻ കഴിയില്ലെന്ന് അവൾക്ക് അറിയാമായിരുന്നു. അവളുടെ ബ്ലൗസിൻ്റെ ഹുക്കിൽ സിദ്ധു പിടിച്ചതും ആ നിമിഷം അവനെ തടഞ്ഞില്ലെങ്കിൽ അവൻ വീണ്ടും അതിലേക്ക് തന്നെ പോകുമെന്ന് അവൾക്ക് തോന്നി.
ഏട്ടാ മോള് അവള് വരും. ഇല്ലടി, അവൾ കളിക്കുക. പ്ലീസ് വീട്. അബി അവനെ ഉന്നിമാരി സ്ലാബിൽ നിന്ന് ഇറങ്ങി. സിദ്ധു വീണ്ടും അവളിലേക്ക് അടുത്തതും അബി അവനെ നെഞ്ചിൽ കൈകുത്തി അവനെ തടഞ്ഞു. മതി, പോയിക്കേ. അമി പ്ലീസ്. ഇല്ല, എനിക്ക് ജോലിയുണ്ട്, ഏട്ടൻ പോവാൻ നോക്ക്. അവനെ ഉന്തിത്തള്ളി അവൾ അടുക്കളയിൽ നിന്ന് പുറത്താക്കി. സിദ്ധു മനസ്സില്ലാ മനസ്സോടെ പോയി. അബി ചിരിച്ചുകൊണ്ട് വീണ്ടും ജോലിയിലേക്ക് തിരിഞ്ഞതും അവൻ വീണ്ടും വന്ന് അവളുടെ കവിളിൽ ഉമ്മെടുത്തുകൊണ്ട് പോയി. അബി അവനെ തന്നെ നോക്കി നിന്നു. അന്ന് ഉച്ചയ്ക്ക് ശേഷം അവർ അബിയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. അന്ന് രാത്രി അവിടെ തങ്ങണമെന്ന് അവിടെ അച്ഛൻ വിളിച്ച് പറഞ്ഞിരുന്നു. അംബിക സിദ്ധുവിനൊന്നും വിളിച്ച പോലുമില്ല. അവനും പരാതിയില്ലായിരുന്നു. അബിയുടെയും ആലിയുടെയും കൂടെ അവൻ സന്തോഷത്തിലായിരുന്നു. വൈകുന്നേരമായിരുന്നു അബിയുടെ വീട്ടിലെത്തിയപ്പോൾ. നന്ദനും ആതിരയും വന്നിരുന്നു. അവരെ കണ്ട് എല്ലാവരും ഇറങ്ങി വന്നു. ആലി നന്ദൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി. പിന്നെ എല്ലാവരുടെയും സ്നേഹപ്രകടനമായിരുന്നു. ആലിക്കാണെങ്കിൽ എല്ലാവരെയും കണ്ടതിൽ സന്തോഷം കൊണ്ട് അവൾ പാറി നടന്നു. അടുക്കളയിൽ എല്ലാവരോടും സംസാരിച്ചിരിക്കുകയായിരുന്നു അബി. അവൾ ആതിര പിടിച്ചുകൊണ്ടുപോയി മുറിയിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് അവളെ സൂക്ഷിച്ച് നോക്കി. ആതിര നോക്കുന്നുണ്ട്. അബി എന്താ എന്ന ഭാഗത്തിൽ അവളെ നോക്കി. നീ നോക്കുന്നത് എനിക്ക് മനസ്സിലായി. അല്ല, വല്ല ബലപ്രയോഗം വല്ലതും ഉണ്ടായോ എന്നറിയാൻ. അതിൻ്റെ ആവശ്യമൊന്നും വന്നില്ല. അബി അവളെ നോക്കി പറഞ്ഞു. ആതിര അവളെ മിഴിച്ച് നോക്കി. അവളുടെ കൂടെ അബി പുറത്തു വന്നു. അപ്പോഴുണ്ട് ഉമ്മർത്തിരുന്ന് ആനന്ദവും നന്ദനും കൂടെ സിദ്ധുവിനെ വളഞ്ഞു വെച്ചിരിക്കുന്നു. അബി അത് കണ്ട് ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. സത്യം പറഞ്ഞു, നീ പറഞ്ഞ എനിക്ക് വിശ്വാസമില്ല. അബി അത്ര പെട്ടെന്നൊന്നും വീഴില്ല മോനെ. മോനെ അനന്തൂട്ടാ, അവൾ എൻ്റെ പെണ്ണാ. എന്നാലും ഞാൻ കരുതി കുറച്ച് ദിവസമെങ്കിലും അവൾ നിന്നെ കറക്കുന്നു. അനന്ത മുഖത്ത് കൈവച്ച് പറയുമ്പോൾ സിദ്ധുവും നന്ദനെ ചിരിച്ചു. രാത്രിയിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. ഒരുപാട് നാളുകൾക്ക് ശേഷം ആ വീട്ടിൽ വീണ്ടും സന്തോഷം നിറഞ്ഞു. അബി കിടക്കാൻ വേണ്ടി മുറിയിലേക്ക് വരുമ്പോഴാണ് സിദ്ധു വരാന്തയിൽ നിൽക്കുന്നത് കണ്ടത്. അവർക്ക് മുകളിലെ മുറിയായിരുന്നു. അബി അവൻ്റെ പുറകിൽ പോയി കെട്ടിപ്പിടിച്ച് അങ്ങനെ നിന്നു. സിദ്ധു അവളെ പിടിച്ച് മുന്നിലേക്ക് നിർത്തി. ആലിയോടെ? അവൾ അനന്തേട്ടൻ്റെ കൂടെ കിടന്നു. അവിടെ കിടക്കാൻ വാശി പിടിച്ച്. ആമി, നിന്നോട് പറയാൻ എനിക്കൊരുപാടുണ്ട്, നിന്നിൽ നിന്ന് കേൾക്കാനും. എനിക്കും. ഞാനന്ന് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഒരിക്കലും നമ്മുടെ ജീവിതം ഇങ്ങനെല്ലാം മാറി മറിയെന്ന് കരുതിയില്ല. ഒരുപക്ഷെ ആക്സിഡൻറ്റ് നടന്നില്ലായിരുന്നെങ്കിൽ ആലി ജനിക്കുമ്പോൾ തന്നെ എൻ്റെ കൈകളിലായിരുന്നു. എല്ലാം വിധിയാണ് ഏട്ടാ. അല്ല ആമി, അത് വിധിയായിരുന്നില്ല, അത് ചതിയായിരുന്നു, കരുതി കൂട്ടിയായിരുന്നു. ആമി ഞെട്ടലോട് അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. അവനെ നെഞ്ചോട് ചേർത്തു. അതിന് പിന്നിൽ എന്നെ പ്രസവിച്ച സ്ത്രീ തന്നെയായിരുന്നു ആമി. ആമി കേട്ടത് വിശ്വാസം വരാതെ അവൻ്റെ നെഞ്ചിൽ തറഞ്ഞു നിന്നു. അവളുടെ കൈകൾ അവൻ്റെ ഷർട്ടിൽ പിടിമുറുക്കിയിരുന്നു. കൂടെയുണ്ടെന്ന് പറയും പോലെ. എന്തിനു വേണ്ടിയാ അമ്മ അത് ചെയ്ത്? അറിയില്ല. അതാണ് ഇന്നും എനിക്ക് ഉത്തരം അറിയാത്തൊരു ചോദ്യം. അതിനുശേഷം ഞാൻ അമ്മയോട് കൂടുതൽ സംസാരിക്കാറ് പോലുമില്ല. ഒരകലം പാലിച്ചു പോന്നു. ഏട്ടാ അന്ന് ഓർക്കേണ്ട, എല്ലാം കഴിഞ്ഞു. നമ്മുടെ ആഗ്രഹം എല്ലാം സഫലമായി. ഇനി ആരോടും ദേഷ്യം വേണ്ട. സിധു ചിരിച്ചുകൊണ്ട് അവൾ ഇറുകെ പിടിച്ചു. അവൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് അവളും നിന്നു. ആ രാത്രിയിൽ അവളിൽ അലിയുന്ന അവനിൽ അവളോടുള്ള പ്രണയം നിറഞ്ഞു നിന്നു. അവൻ്റെ സ്നേഹത്തിൽ തളർന്നുകൊണ്ട് അവൾ അവൻ്റെ നെഞ്ചിൽ പറ്റി കിടന്നു. ആമി, നിനക്കെന്നോട് ദേഷ്യമായിരുന്നു ഓടി? അല്ല, പരിഭവം. എനിക്ക് നിങ്ങളില്ലാ പറ്റില്ലെന്നറിയിട്ടും എൻ്റെ അടുത്ത് വരാത്തതിൽ. ഒരു നിമിഷം പോലും ഈ പെണ്ണിനെ ഓർക്കുന്നില്ലേ എന്ന് കരുതി. പിന്നെ ആലിയുടെ ചിരി കാണുമ്പോൾ അത് കാണാൻ കൂടെ ഇല്ലാത്തതിൽ എല്ലാം പരിഭവമായിരുന്നു. നിന്നെക്കുറിച്ച് ഓർക്കാതെ ഒരു നിമിഷം പോലും എന്നിലൂടെ കടന്നു പോയിട്ടില്ല അബി. ആക്സിഡൻറ്റ് കഴിഞ്ഞ് റിക്കവറായി നിന്നെ കാണാൻ വരണമെന്ന് കരുതിയിരുന്നു. പക്ഷേ ഇവിടെ വരാൻ ധൈര്യം വന്നില്ല. മാത്രമല്ല അനന്തു, അവനെ പോലും ഞാൻ കോണ്ടാക്ട് ചെയ്തില്ല. കുറ്റബോധവും നിന്നെ നഷ്ടമായതുമെല്ലാം മനസ്സിൽ കയറിക്കൂടി ആകെ ഒരു ഭ്രാന്തനായി മാറിയിരുന്നു ഞാൻ. അബി അവൻ്റെ നെഞ്ചിൽ നിന്ന് ഉയർന്നു പൊന്തി അവൻ്റെ മുഖത്തോട് മുഖം ചേർത്തു. അവളിലെ കുസൃതി നിറഞ്ഞ മുഖം കണ്ട് അവൻ്റെ ചുണ്ടിലും ചിരി വളർന്നു. ശരിക്കൊരു ഭ്രാന്തൊക്കെ ഉണ്ട്. എൻ്റെ ഭ്രാന്ത് അത് നീയാണ് ആമി. രണ്ട് കൈകൊണ്ട് അവളുടെ മുഖം പിടിച്ച് അവളുടെ ചുണ്ടുകൾ കവർന്നുകൊണ്ട് അവളുടെ മുകളിലേക്ക് അടക്കുമ്പോൾ അവൾക്കറിയാമായിരുന്നു അത് വീണ്ടും അവൻ്റെ പ്രണയത്തെ തന്നിലേക്ക് ഒഴുക്കി വിടാനാണെന്ന്. അത് ഏറ്റുവാങ്ങാനെന്നോണം അവൻ്റെ പെണ്ണും ഒരുങ്ങിയിരുന്നു. പിറ്റേന്ന് ഉച്ചതിരിഞ്ഞവർ അബിയുടെ വീട്ടിലും തിരിച്ചു. നന്ദനും ആതിരി രാവിലെ തന്നെ പോയിരുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷം സിദ്ധു വീണ്ടും സന്തോഷിച്ച ദിവസമായിരുന്നു അത്. എല്ലാം തിരിച്ചു കിട്ടിയ സന്തോഷം അബിയിലും നിറഞ്ഞു നിന്നു. അമ്മ മാത്രമായിരുന്ന ലോകത്ത് അച്ഛനും ഒരുപാട് ആളുകളെല്ലാം വന്ന അമ്പരപ്പും കൗതുകവും എല്ലാം ആലിയിലും ഉണ്ടായിരുന്നു. അന്ന് രാത്രി ആലിയോടൊപ്പം സിദ്ധു ഹാളിലിരിക്കുമ്പോഴാണ് ഗേറ്റ് കടന്നൊരു കാർ ഉമ്മറത്തേക്ക് വന്ന്. അതാരാണെന്ന് മനസ്സിലായതും സിദ്ധുവിൻ്റെ ചുണ്ടിലൊരു പുച്ഛം നിറഞ്ഞു. അബി അടുക്കളയിലായിരുന്നു. അംബിക അകത്ത് കയറിയതും ആദ്യം കണ്ണുകൾ പോയത് ആലിയിലേക്കായിരുന്നു. അവരുടെ മുഖത്ത് വാത്സല്യത്തിന് പകരം വെറുപ്പായിരുന്നു തങ്ങി നിന്ന്. അവരുടെ മുഖത്ത് ദേഷ്യം കണ്ട് ആലി പേടിച്ച് സിദ്ധുവിൻ്റെ അടുത്ത് പോയി നിന്നു.
സിധുവിന് കാര്യം മനസ്സിലായതും അവൻ അവളെ എടുത്ത് തോളിൽ കിടത്തി. സിധു, നീ എന്താ ചെയ്യുന്നതെന്ന് ബോധമുണ്ടോ നിനക്ക്? അതിന് ഞാൻ ബോധമില്ലാന്നും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ ഒരു പെണ്ണിനെ കേട്ട അവിടെ കൊച്ചിന്റെ തന്തയാവുന്ന ബോധോട് ചെയ്യുന്നതാണോ? അമ്മ അമ്മ ശബ്ദം കനപ്പിച്ചുകൊണ്ടാണ് സിധു വിളിച്ചത്. അവന്റെ ശബ്ദം കേട്ട് അടുക്കളയിൽ നിന്ന് വന്ന അംബികയെ കണ്ട് പേടിച്ചു. അവൾ അവിടെ തന്നെ നിന്നു. അംബിക അബിയെ കണ്ടതും പുച്ഛത്തോടെ നോക്കി. ഈ വീട് എൻ്റെ അച്ഛൻ എനിക്ക് എഴുതി തന്ന പ്രോപ്പർട്ടിയാണോ? സോ നിങ്ങൾക്കിവിടെ യാതൊരു അവകാശവും ഇല്ല. നീ എന്നോട് ഇറങ്ങിപ്പോകാൻ പറയണോ? എന്നെ ഗർഭം ചുമന്ന് പ്രസവിച്ചുള്ള നന്ദിയായി കണ്ട് അത് സ്വയം മനസ്സിലാക്കണം. നീ എന്ത് കൈവശാടി എന്റെ മോന് കൊടുത്ത്? അവൻ എന്നെ പോലും തള്ളി പറയുന്നല്ലോ. എന്നെക്കാൾ അവകാശം നിനക്കാണോ? അംബിക അബിക്ക് നേരെ ചീറി പറഞ്ഞതും സിധു അവർക്ക് മുമ്പിലേക്ക് കയറിയുന്നു. ഈ ബഹളെല്ലാം കേട്ട് പേടിച്ചിടക്കുന്ന ആലിയെ സിധു അബിയുടെ കയ്യിൽ കൊടുത്തു. അവൻ വീണ്ടും അംബികയുടെ അരികിലേക്ക് വന്നു. ഈ പറയുന്ന അമ്മയ്ക്ക് എന്താ അവകാശമാണോ എന്നിൽ? 10 മാസം ചുമന്നതോ? അല്ലാതെ എൻ്റെ ഓർമ്മ വെച്ചിട്ട് ഇന്ന് ഒരു അമ്മ എന്നെ സ്നേഹത്തോടെ നോക്കിയിട്ട് പോലുമില്ല. അച്ഛനായിരുന്നു എൻ്റെ ലോകം. അമ്മയുടെ ലോകം പണമായിരുന്നു. പണം ഉണ്ടാക്കാൻ ഓടുമ്പോൾ ഒരു മകനുണ്ടെന്ന് അമ്മ മറന്നു. സ്നേഹത്തോടെ ഒരു ഉരുള ചോറ് തന്നിട്ടുണ്ടോ അമ്മ? സ്നേഹത്തോടെ എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ടുണ്ടോ? സിധു അവൻ്റെ മനസ്സിൽ കൂട്ടിവെച്ച നോവുകളുടെ കെട്ടഴിക്കുകയായിരുന്നു. എല്ലാം കേട്ട് ഒരക്ഷരം പറയാൻ കഴിയാതെ അംബിക നിന്നു. അബിയുടെ ഹൃദയം നീറി. തൻ്റെ പ്രിയന്റെ വേദന അവളുടെ കണ്ണിൽ നനവ് പടർത്തി. ജീവിതത്തിൽ കുറച്ചെങ്കിലും എനിക്ക് സന്തോഷം കിട്ടിയത് അച്ഛയുടെ കൂടെയും പിന്നെതാ ഇവിടെ വീട്ടിൽ നിന്നപ്പോഴായിരുന്നു. ഇവിടെ സ്നേഹം കൂടെ കിട്ടിയപ്പോൾ ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടു. ഞങ്ങൾ പരസ്പരം എല്ലാം മറന്ന് ഒന്നായെന്നാ അച്ഛൻ എന്നെ വിട്ടു പോയത്. ആ സമയത്ത് ഞാൻ അമ്മയുടെ മുഖത്ത് സങ്കടം കണ്ടു. പക്ഷേ അത് അച്ഛൻ പോയതിലല്ലായിരുന്നു, ബിസിനസ് തകരോ എന്ന് ഓർത്തിട്ടായിരുന്നു. അമ്മ പറഞ്ഞ പ്രകാരം അച്ഛൻ്റെ എല്ലാ ബാധ്യതകളും തീർത്ത് എൻ്റെ പെണ്ണിനെ കാണാൻ ഞാൻ നാട്ടിലേക്ക് വന്ന അന്ന് രാത്രി അമ്മ എന്തിനാ എന്നെ കൊല്ലാൻ നോക്കിയേ? സിധുവിൻ്റെ വാക്കുകൾ കേട്ട് അംബിക തരിച്ചു നിന്നു. അവരുടെ കണ്ണുകൾ നിറഞ്ഞു. ആ മുഖത്തെ ഭാവങ്ങൾ കാണുകയായിരുന്നു സിധു. നീ എന്താ പറഞ്ഞേ? ആ ആക്സിഡന്റ് ഞാൻ ക്രിയേറ്റ് ചെയ്താണെന്നോ? അതെ, അമ്മക്ക് മാത്രമേ ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയുമായിരുന്നുള്ളൂ. ആ റൂട്ടിൽ ആ നേരത്തെ ഒരു ബൈക്ക് പോലും വരില്ല. ഞാൻ പോകുന്ന സമയത്ത് കറക്റ്റായിട്ട് ഞാൻ സൈഡ് കൊടുത്തിട്ട് പോലും അതെന്നെ ഇടിച്ചുപോയി. പിന്നെ അത് ആരുടെ പ്ലാനായിരുന്നു അമ്മേ? അന്ന് നഷ്ടമായത് ഞങ്ങളുടെ ജീവിതമാണ് അമ്മ. ഇവളുടെ വയറ്റിൽ എൻ്റെ മോളുണ്ടായിരുന്നു. എൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേണ്ടി ഇവൾ എന്തൊക്കെ സഹിച്ചു എന്നറിയോ? അന്ന് ആ ആക്സിഡന്റ് നടന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ കരഞ്ഞു തീർക്കേണ്ടി വരില്ലായിരുന്നു. അംബിക തലതാഴ്ത്തി. എല്ലാം പറഞ്ഞു തീരുമ്പോൾ സിധുവിൻ്റെ ശബ്ദം ഇടറിയിരുന്നു. എല്ലാം കേട്ട് അബി ആലിയെ പിടിച്ച് അതേ നിൽപ്പ് തന്നെ ആയിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.